Hi dear students, welcome back to Office Automation Tools. Office Automation Toolsന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ടേബിളുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഷേപ്പിനെ ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സുകളെ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് എങ്ങനെ നമുക്ക് ഷേപ്പുകളെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇൻസേർട്ട് ടാബിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഇല്ലൂസ്ട്രേഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ഷേപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷേപ്സ് ഇവിടെ കാണാൻ കഴിയും അല്ലേ. അത് നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള ഷേപ്സുകൾ കാണാൻ കഴിയും, അതുപോലെ തന്നെ ലൈൻസ് കാണാൻ കഴിയും, റെക്റ്റാങ്കിൾസ് കാണാൻ കഴിയും, അതുപോലെ തന്നെ ബേസിക് ഷേപ്സുകൾ കാണാൻ കഴിയും. ഈ രീതിയിലുള്ള ഒരുപാട് ഷേപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ചില ഷേപ്പുകളാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ജസ്റ്റ് ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ വരയ്ക്കാൻ പോവുകയാണ്. സോ ഈ രീതിയിലുള്ള ഷേപ്പുകളെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ജസ്റ്റ് ആ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ടാബ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഡ്രോയിങ് ടൂൾസിൻ്റെ ഫോർമാറ്റ് ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഷേപ്പ് സ്റ്റൈലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഷേപ്പിൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഷേപ്പിനെ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കിവിടെ അറേഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുണ്ട്. അതിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പേജിൻ്റെ ഏത് ഭാഗത്താണ് അത് വരേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റാപ്പ് ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ടല്ലോ, ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ന്യൂസ് ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിൽ തന്നെ പിക്ചറും വരാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ പിക്ചർ വരാറുണ്ട്. ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഈ ഓപ്ഷൻസ് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഷേപ്പുകളുടെ സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ ഷേപ്പ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ആ ഓപ്ഷൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻസേർട്ട് ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്പ് ഞാൻ വീണ്ടും പറയുന്നു. ഇൻസേർട്ട് ടാബിൽ ഇല്ലൂസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു മൗസ് പോയിൻ്റ് നമ്മുടെ സ്പേസിൽ, നമ്മുടെ ആ ഒരു വർക്ക് സ്പേസിൽ കൊണ്ടുവരിക. ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്യണം. ഓക്കെ, മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്തിനും ഇതുപോലെ ഡ്രാഗ് ചെയ്യണം. നമുക്ക് അതിൻ്റെ സൈസ് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷേപ്പുകളെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബോക്സുകളെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഷേപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ പല ഡോക്യുമെൻറ്റിലേക്ക് പല കാര്യങ്ങളും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഈ പിന്നെ ഐറ്റംസിലൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ടെക്സ്റ്റുകളെ ഇൻസേർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ടാബിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് അതിൻ്റെ ഫോർമാറ്റുകൾ വരും. സോ ആ ഒരു ഫോർമാറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഏത് ഫോർമാറ്റാണ്, ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ ഡ്രോ എ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സുകളെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ടെക്സ്റ്റ് ബോക്സുകളെ നമുക്ക് റീസൈസ് ചെയ്യാനൊക്കെ കഴിയും. ഇതുപോലെ നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഈ ഒരു കോർണർ സൈഡിൽ ഈ പോയിന്റുകളിൽ നമുക്ക് മൗസ് പോയിന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആരോ മാർക്ക് വരും. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. ദെൻ നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അത് നമുക്ക് റീസൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈഡിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോകുക. മൗസ് പോയിന്റ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 4 സൈഡിലേക്കുള്ളൊരു ആരോ മാർക്ക് വരും അല്ലെ. ഇതുപോലുള്ളൊരു ആരോ മാർക്ക് വരും, ഇതുപോലുള്ള ഒരു ഐക്കൺ വരും. ആ സമയത്ത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, then അതുപോലെ തന്നെ നമുക്ക് റീസൈസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബോക്സുകളെ ഇൻസേർട്ട് ചെയ്യാനും ടെക്സ്റ്റ് ബോക്സുകളിൽ ടെക്സ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സിനെ റീസൈസ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിനെ അട്രാക്റ്റീവ് ആക്കുന്നതിനും കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്, ഒരു ഓപ്ഷനാണ് വേർഡ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വേർഡ് ആർട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ എങ്ങനെയാണ് നമുക്ക് വേർഡ് ആർട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. വേർഡ് ആർട്ട് എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വേർഡുകൾ ഉപയോഗിക്കുക, സ്റ്റൈലിഷ് ആയിട്ടുള്ള മോഡൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
സോ ജസ്റ്റ് ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, മീൻസ് ഞാനവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേർഡ് ആർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഡ് ആർട്ട് മോഡൽസ് നമുക്ക് ലഭ്യമാകും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വേർഡ് ആർട്ടുകളെ മാറ്റാവുന്നതാണ്. മീൻസ് നമ്മുടെ ആ ഒരു ഫോണ്ടിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ദെൻ ഫോർമാറ്റ് ടാബിൽ നമുക്ക് കാണാൻ കഴിയും വേർഡ് ആർട്ട് സ്റ്റൈൽസ് ഉണ്ട്. സോ വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മോഡൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ എഫക്റ്റുകൾ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വേർഡ് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ വേർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റുകളെ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളിലേക്ക്, ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡലുകളിലേക്ക്, എഫക്റ്റുകളിലേക്ക് നമുക്ക് നമ്മുടെ ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നതിനും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റിനെ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ക്ലിപ്പ് ആർട്സുകളും അതുപോലെ തന്നെ പിക്ചേഴ്സും ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ട് ടാബിൽ പിക്ചേഴ്സ് ഇല്ലുസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ പിക്ചേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് പിക്ചറുകളെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണ് പിക്ചർ ഉള്ളത് എങ്കിൽ ആ ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ പിക്ചർ നമ്മൾ എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്ത് കണ്ടെത്തുക എവിടെയാണ് നമ്മൾ പിക്ചർ എങ്കിൽ ആ ഒരു പിക്ചർ നമ്മൾ ബ്രൗസ് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പിക്ചർ സെലക്ട് ചെയ്യുക. ദെൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിക്ചർ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പിക്ചറിന് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതിനിവിടെ ഫോർമാറ്റ് ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം, അതിൻ്റെ കറക്ഷൻസ് വരുത്താം, അതിൻ്റെ കളർ കോമ്പിനേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പിക്ചറിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ആ പിക്ചറിൻ്റെ സ്റ്റൈലുകൾ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ പിക്ചറിനെ റീസൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബോക്സ് റീസൈസ് ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ കോർണറിൽ പിടിച്ച് പ്രസ് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചറിനെ നമുക്ക് റീസൈസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പിക്ചറിനെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിക്ചറിൻ്റെ ബോർഡർ ഇവിടെ അറേഞ്ച് ചെയ്യാം. പിക്ചറിലേക്ക് എഫക്റ്റുകൾ നമുക്ക് ചേർക്കാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ പിക്ചറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ പൊസിഷൻ നമ്മൾ നേരത്തെ ആ ഒരു ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ഷേപ്പുകളൊക്കെ ചെയ്ത് അതേ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതേ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഇതിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പിക്ചേഴ്സിന് ഇൻസേർട്ട് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലിപ്പ് ആർട്സും ഇൻസേർട്ട് ചെയ്യുന്നത്. എന്താണ് ക്ലിപ്പ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഡ്രോയിങ്സ്, ചെറിയ മൂവീസ്, അല്ലെ ചെറിയ സൗണ്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോട്ടോഗ്രാഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലിപ്പ് ആർട്സ് എന്ന് പറയുന്നത്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലിപ്പ് ആർട്സുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. സോ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ക്ലിപ്പ് ആർട്ട് എന്നുള്ളതിൻ്റെ ഒരു വിൻഡോ ബോക്സ് നമുക്കിവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്ലിപ്പ് ആർട്സുകളുടെയും ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിൽ നിന്നും നമുക്ക് ഏത് ക്ലിപ്പ് ആർട്ടാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലിപ്പ് ആർട്ട് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസേർട്ട് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്ലിപ്പ് ആർട്സുകളെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻറ്റിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നതിനും ഡോക്യുമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലിപ്പ് ആർട്സുകളെയും പിക്ചേഴ്സിനെയൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ടാബിൽ ഈ ഒരു ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പിക്ചേഴ്സ്, ക്ലിപ്പ് ആർട്സ്, ഷേപ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് ആർട്ടുകളും ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്മാർട്ട് ആർട്സ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് പലതും നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കും, മീൻസ് നമുക്ക് ചാർട്ടുകളായിട്ട് നൽകേണ്ടി വരും. അല്ലെ അതിൻ്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹൈറാർക്കി, അല്ലെ ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിലൊരു ഹൈറാർക്കി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ആ ഒരു ലെവലിലൊക്കെ അതുപോലെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരും, അല്ലെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നത്. സോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സുകളെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ചേഞ്ച് വരുത്താൻ കഴിയും. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിലൊക്കെ ചേഞ്ചസ് വരുത്താൻ കഴിയും. നമ്മൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. സോ ഇപ്പോൾ നമ്മൾ തൽക്കാലം എങ്ങനെ നമുക്ക് ഇതിൽ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് പിക്ചറുകൾ ഇൻസേർട്ട് ചെയ്യാം, ക്ലിപ്പ് ആർട്സുകൾ ഇൻസേർട്ട് ചെയ്യാം, ഷേപ്പുകൾ ഇൻസേർട്ട് ചെയ്യാം, സ്മാർട്ട് ആർട്ടുകൾ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അതിൻ്റെ സ്റ്റെപ്പുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇതിന് എക്സ്ട്രാ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള സെറ്റിങ്സുകൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.